അസോസിയേഷൻ സെക്രട്ടറി പ്രധാനപ്പെട്ട സംഗീതരായിരിക്കുന്ന എല്ലാ വലിയ ശ്രേഷ്ഠ സഹോദരി സഹോദരങ്ങളെ, ചെങ്ങന്നൂർ കൺവെൻഷന്റെ നവതി ആഘോഷം ആരംഭിക്കുന്ന ദിവസം ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുവാൻ ദൈവം ഇടയാക്കിയതിൽ ദൈവത്തെ ഓർത്തുകൊള്ളുന്നു. കാലങ്ങളിലൊക്കെ ഈ കൺവെൻഷനിൽ വന്ന് സംബന്ധിച്ചുള്ളത് എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. ഒരിക്കൽ കൂടി ഇതിൻ്റെ അവധിയിൽ നിന്ന് ഇടയായത് ഓർത്തിരുന്നതാണ്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്, ഇരുമായി തലയുള്ള ചെയ്യുന്നതാണ്. ആ ഭാവനയെ സത്യങ്ങളുടെ ഉയർന്നിരിക്കുന്ന തുളസിക്കുന്നതാണ്. ഹൃദയങ്ങളെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ്. നാലാമത്തെ ദൈവവചനത്തിന് അത്രമാത്രം ശക്തിയുണ്ട്. ഏത് കല്ലായ ഹൃദയത്തെയും വളരെ ലളിതമായി തീർക്കുവാനുള്ള ശക്തിയുള്ളതാണ് ദൈവവചനം. ആ ദൈവവചനം മാത്രമല്ല, ദൈവവചനത്തിൻ്റെ ആചരണം പ്രകാരമാണ് നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്. അപകടനായ പ്രമാണത്തെ രാവുകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിക്കുന്നത് ദൈവവചനം കൊണ്ട് നമുക്ക് ഭാഗ്യം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഭാഗ്യവാൻ എന്നുള്ളതിന് എപ്പോഴും സന്തോഷം അനുഭവിക്കുന്നവനെന്നാണ് ഗ്രീക്ക് ഭാഷയിൽ അതിൻ്റെ പറയുന്നത്. അപ്പോൾ എപ്പോഴും സന്തോഷിക്കുവാനുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. ആ വചനം എങ്ങനെയാണ് നമുക്ക് സന്തോഷത്തിന് ഇടം തരുന്നത്? പരിശുദ്ധനായ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ എപ്പോഴും സന്തോഷിപ്പീൻ, കർത്താവിൽ സന്തോഷിപ്പീൻ എന്ന് ഞാൻ നിങ്ങളെ ഇനിയും നിങ്ങളോട് പറയുന്നു എന്നത്. ദൈവവചന പഠനം മൂലം നമ്മുടെ ജീവിതം സന്തോഷത്തിലേക്ക് നയിക്കപ്പെടണം. ഇന്ന് ലോകത്തിൽ മനുഷ്യന് ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കുന്നത് സന്തോഷിക്കാൻ സാധ്യമല്ലാത്ത സാഹചര്യങ്ങൾ ലോകത്തിൽ വരുന്നു എന്നുള്ളതാണ്. വ്യക്തിപരമായ ജീവിതത്തിലും സാമൂഹ്യമായ ജീവിതത്തിലുമൊക്കെ നമ്മൾ ഈ ലോകത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ലോകത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മെ സന്തോഷം ഇല്ലാത്തവരാക്കി തീർക്കുന്നതായിട്ടാണ് കാണുന്നത്. പലതരത്തിലുള്ള അസന്മാർഗീയ പ്രവർത്തനങ്ങളും ദൈവനിഷേധമായിരിക്കുന്ന കാര്യങ്ങളും നീതിയും സത്യവും നിഷേധിക്കുന്നതായ സന്ദർഭങ്ങളുമെല്ലാം സന്തോഷം മനുഷ്യന് നഷ്ടപ്പെടുത്തുന്നതാണ്. മാത്രമല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അപകടങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളൊക്കെ പരാജയങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് സന്തോഷിക്കുന്നത് എന്ന് ഓരോരുത്തർക്കും സംശയമുണ്ടാകുന്ന കാര്യമാണ്. എന്നാൽ ഈ ലേഖനം എഴുതിയ പരിശുദ്ധനായ പൗലോസ്
വിധിയെ കാത്തു കിടക്കുന്ന മനുഷ്യനാണ്. ഇന്നല്ലെങ്കിൽ നാളെ റോമാ കൈസർ മുഖാന്തരം മരണം നേരിടേണ്ടി വരുമെന്നുള്ളതായ ആ അവസ്ഥയിൽ ജയിലിൽ കഴിയുന്ന, കാരാഗ്രഹത്തിൽ കഴിയുന്നവർ ശ്രീകാരം പറയുന്നത് സന്തോഷിപ്പിക്കും, എപ്പോഴും സന്തോഷിപ്പിക്കുമെന്ന് ഞാൻ നമ്മൾ പിന്നെയും പറയും. ദുഃഖം അനുഭവിക്കുന്ന നമുക്ക് ദുഃഖത്തിൻ്റെ സമയത്ത് മറ്റുള്ളവർക്ക് സന്തോഷം ആശംസിക്കുവാൻ കഴിയുകയില്ല എന്ന് നമുക്കറിയാം. എന്നാൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു കിടക്കുന്ന പരിശുദ്ധനായ പൗലോസ് സന്തോഷം അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ സന്തോഷം അനുഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കും. ഒന്നാമത് ദൈവ സാന്നിധ്യം ബോധം അനുഭവിക്കുന്നത് കൊണ്ടാണ്. ഏത് കഷ്ടതകളിലും ദുഃഖങ്ങളിലും ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്നുള്ളത് അനുഭവിക്കുമ്പോൾ സന്തോഷിക്കുന്നതിന് സാധിക്കും. 16-ാം സങ്കീർത്തനം 8-9 വാക്യങ്ങൾ പറയുന്നുണ്ട്, ഞാൻ യഹോവയെ എപ്പോഴും എന്നെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്ത് ഭാഗത്തോടുകൂടെ ഞാൻ കുടുങ്ങിപ്പോവുകയില്ല. എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സാകി, എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. സന്തോഷത്തിൻ്റെ കാരണം സങ്കീർത്തനക്കാരൻ പറയുന്നത് ദൈവം എൻ്റെ കൂടെ കൊണ്ട് രോഗക്കിടക്കയിലായിരുന്നാലും ഏത് സമയത്തും രോഗശൈലിയിൽ എൻ്റെ കൂടെ ദൈവമുണ്ട് എന്നുള്ളതാണ് നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുന്ന കാര്യം. ഉറ്റവരും പ്രിയപ്പെട്ടവരും ഒക്കെ നമ്മിൽ നിന്ന് വാങ്ങിപ്പോകുമ്പോഴും പ്രയാസങ്ങളുടെ, ദുരിതങ്ങളുടെ, ദുഃഖങ്ങളുടെ അനുഭവത്തിലും സന്തോഷത്തിൻ്റെ പല കാര്യങ്ങളും നമ്മിൽ നിന്ന് മാറിപ്പോകുന്നു എന്ന് ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നു. ദൈവന്റെ കൂടെ ഉണ്ടെന്നുള്ളതായിരുന്നു നമ്മെ സന്തോഷത്തിനിടയാണ്. അപ്രതീക്ഷിതമായ പരാജയങ്ങൾ നമുക്കുണ്ടാകാം, വെല്ലുവിളികൾ നമുക്കുണ്ടാകാം, രോഗങ്ങൾ നമുക്കുണ്ടാകാം. പക്ഷേ ഇവിടെയും എൻ്റെ ദൈവന്റെ കൂടെ ഉണ്ട്, അവൻ എൻ്റെ വലത്ത് ഭാഗത്തുണ്ട് എന്നുള്ളതായ ബോധ്യമാണ് സന്തോഷത്തിലേക്ക് നമ്മെ നയിക്കേണ്ടത്. ദുഃഖങ്ങളുടെ കാലത്തിലല്ല, സന്തോഷം അനുഭവിക്കുന്ന കാലമാണ് ദൈവത്തോടുകൂടി ഗുണമെന്ന് ബോധ്യമാകുന്നത് നമുക്ക് കഴിയണം. രണ്ടാമത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ട് എന്നും ദൈവം നമുക്ക് വേണ്ടി കരുതുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യം നമ്മെ സന്തോഷമുള്ളവരാകുവാൻ കഴിയും. ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നിരുന്നാലും അവൻ നമ്മൾക്കായി കരുതുന്നതായാൽ സകല ചിന്തകളും മകനിട്ടുകൊണ്ടിരുന്ന പരിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ നിന്ന് ഓർമ്മിക്കുന്നത് ദൈവം കരുതുന്നവനാണ്. ദൈവം കരുതിയില്ലായിരുന്നെങ്കിൽ ആദാമും ഹവ്വായും എന്ന തോട്ടത്തിൽ വെച്ച് തന്നെ തീർന്നു പോകുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളുടെ ചിന്തയിലും സംസാരത്തിലും പ്രവർത്തനത്തിലുമൊക്കെ ദൈവഹിതത്തിന് വിപരീതമായി പലതും വന്നുപോയിട്ടുണ്ടെങ്കിലും ഇന്ന് നമ്മെ കരുതുന്നു. നമുക്ക് ഭക്ഷണവും ശ്വാസവും വെള്ളവും എല്ലാം തരുന്നു. ഇന്ന് നമ്മെ കരുതുന്ന ഒരു ദൈവം. ലോകത്തെ തിന്മകളുടെ വേലിയേറ്റങ്ങൾ അദ്ദേഹമുണ്ട്. ആ തിന്മകളുടെ വേലിയേറ്റത്തിനിടയിലും ലോകത്തെ കരുതുകയും ലോകത്തിന് ബുദ്ധി ഉപദേശിക്കുകയും ലോകത്തിന് പലതരത്തിലുള്ളതായ വികസനങ്ങൾ ദൈവം മനുഷ്യബുദ്ധി കൊണ്ട് നിർവഹിക്കുവാനായിട്ട് മനുഷ്യനെ പ്രാപ്തനാണ്. നല്ലതായ വികസനങ്ങൾ ഉണ്ടാകുന്നത് അതേസമയത്ത് അപായുധങ്ങൾ കൊണ്ട് ഉണ്ടാക്കി ലോകത്തെ മുഴുവൻ നശിപ്പിക്കാനുള്ളതായ ആ പദ്ധതികൾ മനുഷ്യനും ആസൂത്രണം ചെയ്യുന്നു. ദൈവം നൽകുന്നതായ ബുദ്ധി
മനുഷ്യ നിർമ്മിതിക്ക് ലോകത്തിൻ്റെ പുരോഗതിക്ക് നാം ഉപയോഗിക്കുന്നതായ സമയത്താണ് ദൈവ നിശ്ചയവും ദൈവത്തിൻ്റെ വിധുവെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെയുള്ളതായ കരുതലാണ് ദൈവം നമുക്ക് നൽകുന്നത്. എല്ലാത്തിനും ഉപരിയായി നമ്മെ വഴി നടത്തുന്ന ദൈവം ഇന്നും എല്ലാം നമ്മെ കരുതിയ ദൈവം നാളെയും നമ്മെ കരുതുമെന്ന് ഉറപ്പാണ്. ദൈവത്തിൽ സന്തോഷിക്കുവാൻ നമുക്ക് കഴിയും. ഇന്നുകൊണ്ട് തീരുന്നതല്ല നമ്മുടെ ജീവിതം, ഇന്നലെ തുടങ്ങിയതെല്ലാം നമ്മുടെ ജീവിതം. വർഷങ്ങൾക്ക് മുമ്പ്, കാലങ്ങൾക്ക് മുമ്പേ കടന്നുപോയ മാർഗങ്ങളെക്കുറിച്ച് നാം ശരിയായി പഠിക്കുന്നതായ സമയത്ത് ആ മാർഗങ്ങളെല്ലാം കൈപിടിച്ച് നടത്തിയവനായ ദൈവം ഇന്ന് നമ്മുടെ കൂടെയുള്ളതായ ബോധ്യം നമ്മെ വഴി നടത്തുവാൻ നമുക്ക് സന്തോഷിക്കാനിടയാണ്. പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമായി എൻ്റെ ജീവിതത്തിൽ ദൈവം കരുതിയതായ അനേകം സന്ദർഭങ്ങളുണ്ട്. അതൊന്നും വിശദീകരിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ കരുതിയതായ സന്ദർഭങ്ങൾ ആകുലചിന്തകളെ അപ്പാടെ അപേക്ഷിയ സന്ദർഭങ്ങളുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാവും. ആർക്കും ദൈവം അന്യനല്ല, നമുക്കെല്ലാവരും ദൈവ സമീപനാണ്. ഇങ്ങനെ സമീപസ്ഥനായ ദൈവത്തെ, ആ ദൈവവചനം ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിൻ്റെ കരുതൽ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ സന്തോഷിക്കാൻ നമുക്ക് കഴിയും. മറ്റൊന്ന്, പരിശുദ്ധനായ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായത്തിന് 2-ാം വാക്യത്തിൽ പറയുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകൾ കടന്നു നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വെളിയേറിയത് എന്ന് വേണ്ടി അതിനുശേഷം സന്തോഷം എന്ന് എന്നാണ്. ലോകത്തിൽ വിശ്വാസത്തിന്റെ പരിശോധന ഇല്ലാത്തവരായിരുന്നു ആരുമില്ല. ഓരോ കാലഘട്ടത്തിലും ബാല്യത്തിനും യൗവനത്തിനും വാർദ്ധക്യത്തിനും മരണം വരെയും നമ്മെ ധാരണ ചെയ്യുന്നതാണ് പരീക്ഷകളെന്ന് പറയും. ഓരോരുത്തർക്കും അവരവരുടെ കാലഘട്ടത്തിൽ അവർക്ക് യുക്തമായ രീതിയിലുള്ള പരീക്ഷകളെ നേരിടണം. അങ്ങനെ ആ പരീക്ഷകൾ നേരിടുമ്പോൾ ആ പരീക്ഷകൾ കൂടി ദൈവം നമുക്ക് നൽകുന്നത് വലിയ വാഗ്ദാനമാണ്, വലിയ ആശ്വാസമാണ്. അത് നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധനയാണ്. ഞാൻ എത്രമാത്രം ദൈവത്തോട് അടുത്തിരിക്കുന്നുവെന്ന് പരിശോധിക്കുവാനായി ദൈവം തരുന്ന ആ നല്ല ദാനങ്ങളാണ് നമ്മുടെ കഷ്ടതകളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മനസ്സിലാക്കുമ്പോൾ വിശ്വാസത്തിൽ നമുക്ക് സ്ഥിരപ്പെടുവാനുള്ള അവസരങ്ങളായി കഷ്ടതകളെ ബുദ്ധിമുട്ടുകളെയും മനസ്സിലാക്കാൻ കഴിയും. അതെന്തുകൊണ്ടാണ് നമ്മളത് പറയുന്നത്? റോമാലേഖനം 2-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ പൗലോസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, സാരമാണ്. ലോകത്തിലെ കഷ്ടതകൾ നമുക്ക് വളരെയധികം ഉണ്ടാകും. പക്ഷേ നമ്മൾ സന്തോഷിക്കുന്നത് എന്തുകൊണ്ടാണ്? കഷ്ടതകൾ സന്തോഷിക്കുന്നത്. കഷ്ടതകൾക്ക് എന്നെ നശിപ്പിക്കാൻ സാധിക്കില്ല. എന്നെ ഈ ലോകത്തിൽ മരിക്കാനിടയാക്കാം, ലോകം കൊണ്ട് മരിക്കാനിടയാക്കാം. പക്ഷേ ഇത് നശിപ്പിക്കാൻ ഒക്കില്ല. കാരണം ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പറന്നു പോകുന്നവനാണ്. 100-ാം സംഗീതത്തിനുള്ളതാണ് പറയുന്നത്. ലോകത്തിൽ 70-80 വർഷമാണ് നമ്മുടേത്. അത് ഭാരവും പ്രയാസമാകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം സംഗീതക്കാരൻ പറയുന്നത് അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്തു എന്നാണ്. എവിടേക്കാണ് പറന്നു പോകുന്നത്? ശലോപ്രസംഗം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ആത്മാവിനെ നൽകിയവനായ ദൈവത്തിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്കൊരു വാസസ്ഥാനമുണ്ട്, നമുക്ക് ആത്യന്തികമായ സന്തോഷത്തിന് അനുഭവം. അതുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ പറയുന്നത്, ഞാൻ തന്നെ പോകുന്നു, ഓർമ്മ വിശ്വാസക്കാരൻ ഇത് നീതിയുടെ കിരീടമെനിക്കായി വരച്ചു വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയെ നന്ദി ഞാൻ പ്രാപിക്കും. എനിക്ക് മാത്രമല്ല അതിൽ പ്രിയങ്ങൾ ചെയ്യപ്പെട്ടു കൂടി എന്നാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും കഷ്ടതകളെ അതിജീവിക്കാനോ അത് സന്തോഷമായിട്ട് എണ്ണുവാനും സാധിക്കുന്നതിൻ്റെ കാരണം ഇതിനപ്പുറമായ ഒരു ജീവിതത്തിലൂടെ എനിക്ക് നിങ്ങൾക്കായി വെച്ചിട്ടുണ്ട്. 1-ാമത്തെ പദത്തിലേക്ക് 30-ാമത്തെ 24-ാം വാക്യങ്ങളും ഓർമ്മിക്കുന്നുണ്ട്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരുണ്ടെങ്കിലും എഴുതി പ്രാപിക്കുന്നവരേകനാണ്. എന്നാൽ നിങ്ങളും അത് പ്രാപിക്കുവാൻ ഒടുവിനെന്നാണ് നമ്മൾ പറയുന്നത്. ഈ ലോകത്തിൽ ആ ഓട്ടം തെളിച്ചതുകൊണ്ടാണ് ഒഴിവ് ചെയ്യാൻ പറയുന്നത്. ഞാൻ ഇതിലുള്ളത് നമുക്ക് മുന്നിലുള്ളത് ആദ്യമുള്ള ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഓടുകയാണ്. ആ ഓട്ടം
ഓട്ടം ധരിച്ചതായിട്ടാണ് അവൾ ചെയ്യാൻ പറയുന്നത്. ആ ഓട്ടം ധരിച്ചു കഴിഞ്ഞപ്പോൾ താൻ പറയുന്നത് തനിക്കൊരു കിരീടം ലഭിക്കുമെന്നത്. ആ കിരീടമാണ് നമ്മുടെ വ്യത്യാസം. അതുകൊണ്ട് എത്ര കാലം നമ്മൾ ജീവിച്ചു ഈ ലോകത്തിൽ നമ്മളതിന് പ്രശ്നമില്ല. അത് 5 വയസ്സാകാം, 10 വയസ്സാകാം, 100 വയസ്സാകാം, എത്രയുമാണ്. എത്രയായിരുന്നാലും അതിനപ്പുറമായി നമുക്ക് ജീവിതമുണ്ട്. ആ ജീവിതം കിരീടത്തിൻ്റെ ജീവിതമാണ്. പക്ഷെ ആ കിരീടം പ്രാപിക്കണമെന്ന് വിശ്വാസത്തോടും സ്ഥിരതയോടും ദൈവത്തിൻ്റെ കരുതലിലും സന്തോഷിച്ചുകൊണ്ട് ഈ ലോകത്തെ ജീവിക്കണം നമുക്ക് കഴിഞ്ഞെങ്കിലേ അത് സാധിക്കുന്നു. ആ ഒരു വലിയ മഹത്വത്തിൻ്റെ കിരീടം പ്രാപിക്കുവാൻ ഞാൻ നിങ്ങൾ ഇടയാക്കണമെങ്കിൽ ദൈവജനത്തിൻ്റെ ധ്യാനം നമുക്കുണ്ടാകണം. ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നതായ ഈ സന്തോഷത്തിലേക്ക് മുഖാന്തരമായിട്ടുള്ളതാണ്. ആ സന്തോഷം നമ്മൾ പ്രാപിക്കുവാനായിട്ട് ദൈവ സാന്നിധ്യം ഉൾക്കൊള്ളുവാൻ, ദൈവം കരുതുന്നു എന്നുള്ള ബോധ്യമുണ്ടാകുവാൻ, ജീവന്റെ കിരീടം എനിക്ക് കൂടെ ചോദിച്ചിരിക്കുന്ന ബോധ്യത്തിൽ ജീവിക്കുവാൻ നമുക്ക് ഇടയാകുമ്പോൾ ഒരു സ്നേഹകാരാഗ്രഹത്തിൽ കിടന്ന് പറഞ്ഞപ്പോൾ സന്തോഷിക്കുകയെന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാകും. അതിന് നമുക്ക് ശ്രമിക്കാം. ഈ കൺവെൻഷൻ യോഗങ്ങളിൽ നിന്നും ഇടയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഘടന ഉദ്ഘാടനം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ശ്രീ വി വർഗീസ്, രണ്ടാമത് വക്കീൽ ശ്രീ കെ പി ഫിലിപ്പ്, ജീവിത വഴികാലയിൽ ശിവനായസിലും അനുഗ്രഹത്തിൽ ദൈവകൃപയുടെ തമിഴിനെ ആയുധാരോഗ്യ സൗഖ്യത്തോടെ അനുവാൻ സർവേശ്വരൻ കൃപയറിയട്ടെ എന്നവയ്ക്ക് വേണ്ടി പ്രാർത്ഥനയും ആശംസയും ഈ സമയത്ത് അറിയിക്കുന്നു. മറ്റൊരു മഹത്തായ കർമ്മത്തിലൂടെ പ്രൗഢമായ ഈ സമ്മേളന വേദി സാക്ഷ്യം വഹിക്കുകയും സുവിശേഷ ക്രിയകളുടെ അനന്തരത്തിൽ ജീവിതത്തിൽ അവശത അനുഭവിക്കുന്നവരായിരുന്നു ഇടവക വികാരി. 2 കുടുംബങ്ങൾക്കും ആ താക്കോല് എത്തിക്കുന്നതാണ്. പ്രത്യേകമായിട്ടുള്ള സന്തോഷം ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്.